പിർസത്തെ സത്യവിശ്വാസിമാരെ, സത്യവിശ്വാസിനിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തെ ഹയാത്ര എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിത്ത് തഖൂൽ അങ്ങയിത്ത് അള്ളാഹുരെ പേടിച്ചിട്ട് ചെയ്ಕೋನು ಚೊಂತನಡ ಮರ್ಕಾಂಟ್ ದುಡಕೂಡಿಯ ಪ್ರತಿ ಓರೋರ್ತೊಟ್ಟಿಗೆ ನಸೀಹತಾಕ್ರ ವಸಿಯತಾಕ್ರ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശത്തെ അനുസരണയാക്കിയിട്ട് ചെയ്യിക്കുന്ന തഖൂൽ മുഅ്മിൻമാരെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും പെടുത്തട്ട്. ആമീൻ. കേന്ദ്രത്തിലുള്ളേ, സെന്ററിലുള്ളേ മൈനോറിറ്റി മിനിസ്റ്റർ, ಮೈನಾರಿಟಿ ಅಫೈರ್ಸ್ ಮಿನಿಸ್ಟ್ರಿ ಇತ್ತುಲ್ಲೆ ಕಿರಣ್ ರಿಜಿಜು ചൊന്തുള്ള വ്യക്തി പാർലമെന്റില് പുതിയ വഖഫ് അമെൻമെന്റ് ബിൽ, വഖഫുಲು ചേഞ്ചസ് കൊമർന്നു ചൊന്തുള്ള ರೂಪത്തെ ഒരു ബില്ല് ഓഗസ്റ്റ് 8 ഓതിയത് ഞങ്ങളെല്ലാം കേട്ട. അങ്ങനത്തെ ഒരു വഖഫ് അതിൽ ചേഞ്ചസ് കൊമണ്ട പോലത്തെ ബില്ല് ആവശ്യമുണ്ടു ചൊന്തുള്ള ദൈത്യക്കര് ആ ബില്ല് ഓതുകൊള്ള കാരണം വഖഫായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെ കൺട്രിയിൽ ഇത്രത്തോളം ചർച്ചാവും കൊല്ല പോലത്തെ കാരണം അത് മുന്നലാവട്ടു ഇപ്പാവട്ടു. അതായത് വഖഫിന്റെ അണ്ടറിൽ ചൊമ്മ പ്രോപ്പർട്ടി ഉണ്ടു ചൊന്തുള്ള ദൈത്യക്കർ. ಎಕನಾಮಿಕ್ ಟೈಮ್ಸ್ ಪರ್ತುಬುಟ್ಟೆ ಕನಕ ಪ್ರಕಾರ ಇಂಡಿಯಾದಲ್ಲಿ ಬೇರೆ ಬೇರೆ ಸ್ಟೇಟ್ಲೈತು 32 ವಕ್ಫ್ ಬೋರ್ಡ್ರೆ ಅಂಡರ್ಲೈತು. ಟೋಟಲ್ 9.4 ಲಕ್ಷ ಏಕರ್ ಭೂಮಿ ಐತಿಕ್ಕರ್ ಉಲ್ಲೆ ಚೊಂತುಲದ ಐತಿಕ್ಕರ್. ಇಂಡಿಯത്തെ ಗವರ್ಮೆಂಟ್ ബുട്ടെങ്കിൽ നെക്സ്റ്റ് എല്ലാത്തണ്ടി യാറ ഭൂമിയിലെ പോലത്തെ ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു വിഭാഗ അത് ഇന്ത്യത്തെ ഡിഫൻസ് ಐತಿಕ್ಕರು. അതിൽ പിന്നെ എല്ലാത്തണ്ടി യാറ ഭൂമിയിലത് ರೈಲ್ವೆ ಐತಿಕ್ಕರು. അതിൽ പിന്നെ എല്ലാത്തണ്ടി യാറ ಭೂಮಿയിലത് ವಕ್ಫ್ ಬೋರ್ಡ್ ಐತಿಕ್ಕರು ಚೊಂತುಲದ ಐತಿಕ್ಕರು. ചൊമ്മ മീഡിയ എല്ലാം വ്യാപകമായിട്ട് സ്പ്രെഡ് ആക്കിക്കൊണ്ടുള്ളു. ആയെങ്കില ലാസ്റ്റ് മേ തിങ്കളിൽ ഗവൺമെന്റ് ലാൻഡ് ഇൻഫോർമേഷൻ വെബ്സൈറ്റ് അത് പർത്തുപുട്ട കണക്ക് പ്രകാരം ഇന്ത്യത്തെ ഗവൺമെന്റ് കയ്യിലുള്ള സ്വത്ത് ബുട്ടെങ്കിൽ പിന്നെ എല്ലാത്തണ്ടി യാറ സ്വത്തുല്ലേ, അതായത് 17.2 ലാഖ് എക്കർ ഭൂമിയിലെ കാത്തോലിക് ചർച്ച് ഓഫ് ഇന്ത്യ അങ്ങനെ അണ്ടർലൈത്തിക്കറ് ചൊന്തുള്ളതൈത്തിക്കറ്. അതേപോലെ ഇന്ത്യത്തില് എവിടെയുള്ള ദേവസ്ഥാനുണ്ട, അതേപോലെ അതൈത്ത് സംബന്ധപ്പെട്ടിട്ടുള്ള ಬೇರೆಂದ್ರಲ್ಲ ಅದರ ಬಿಲ್ಡಿಂಗ್ ಎಲ್ಲ ಮುಂಡ ಅದರೆಲ್ಲ ಕರೆಕ್ಟ್ ಐತಿಲ್ಲ ಅವ್ರ ಕಣಕ್ ಇಲ್ಲ ಚೊಂತುಲದೈತಿಕ್ರು. ನೋಕರು ವಕ್ಫರೆ അതിലുള്ള പോലത്തെ കൊറിയ നിയമത്തെ ചേഞ്ചസ് ആക്കണു ചൊന്തുള്ളേ ആ ഒരു ബില്ല് അല്ലെങ്കിൽ അങ്ങനത്തെ ചേഞ്ചസ് എല്ലാം ഇതിക്ക് മുന്നിലും ചുമ നടന്നിരുന്നു. അങ്ങനത്തെ ചേഞ്ചസും ഉണ്ടായിരു ആയെങ്കില അതെല്ലാം വഖഫിരെ സംരക്ഷണ ആക്കും. വഖഫിരെ പ്രോപ്പർട്ടി എന്തുണ്ട അതിരെ സംരക്ഷണ ആക്കും കൈത്തിക്കറ് ಅದಕ್ಕೆ ಅನುಕೂಲ ಇತ್ತುಲ್ಲೇ ಚೇಂಜಸ್ ಐತಿಕ್ಕರು ಕೊಮ್ಮಂದ್ರೆ ಚೊಂತಲ್ಲದ ನಂಗೆ ಕಾಣುಕಾವು. അതല്ലാണ്ട് വഖഫുക്ക് എത്ര ഭൂമി ഉണ്ടോ ചൊന്ത് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അതിരെ പെരോഡിൽ എന്തിരാവട്ടൊരു മുസ്ലിം വിരുദ്ധ ഇത്തുള്ള ഒരു പൊളിറ്റിക്സ് കളിക്കൊങ്ക അല്ല ചൊന്തുള്ളത് ನಂಗೆ ಕಾಣುಕಾವು. ആയെങ്കില ഇപ്പ മോദിയുടെ 3ാമത്തെ ടേമിലുള്ള ഈ ഗവൺമെന്റ് അങ്ങ ഇപ്പൊ അധികാരത്തിൽ വന്ന് 2 തിങ്കളായി.
അതിനാണ്ടി മുന്നലെ ഇത്ര അർജന്റ് ആക്കിയിട്ട് ഒരു വഖഫ് അമെൻമെന്റ് ബില്ല് കൊമറംകുല്ലെ ಕಾರಣ ಅದರ ಪೊಲಿಟಿಕ್ಸ್ ಎಂದರೆ ಚೊಂತುಲ್ಲದುಂ ಅಂಗಲ ಅಜೆಂಡ ಎಂದರೆ ಚೊಂತುಲ್ಲದುಂ ನಂಗೆ ವ್ಯಕ್ತ ಅವರು പൊളിറ്റിക്സിൽ ബാബരി മസ്ജിദിൽ അങ്ങ് സ്റ്റാർട്ട് ആക്കിയിട്ട് അതിൽ പിന്നെ ബീഫിന്റെ പേര് ചൊന്തു ആ റീസണിൽ എത്രമ ആൾമാരെ കൊന്തു പിന്നെ മുസ്ലിമിനക്ക് സംബന്ധപ്പെട്ടിട്ടുള്ള മുത്തലാഖ് ചൊന്തുല്ലേ ആ ഒരു തൊലാഖിറെ നിയമത്തിൽ ചേഞ്ചസ് കൊമന്ത് അങ്ങനത്തേത് ഒന്ന് ക്രിമിനൽ പിന്നെ ഒഫൻസ് ಐತಿಕ್ಕರು ಚೊಂತಲ ರೂಪത്തിൽ ബില്ല് പാസ്സാക്കിയിട്ട് മാത്രമല്ല അതിൽ പിന്നെ മുസ്ലിംരങ്ങളെ സിറ്റിസൺഷിപ്പ് അങ്ങനെ പൗരത്വ ಅದರ വിഷയത്തിൽ പോലും കൽച്ചിത്ത് കോമൺ സിവിൽ കോഡ് അത് ഇംപ്ലിമെന്റ് ആക്കൊങ്കു കോശിഷാക്കിത്ത് ഇങ്ങനെ മുസ്ലിംരങ്ങളെ ഇന്ത്യത്തിൽ കംപ്ലീറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കുന്നു ചൊಂತಲ ರೂಪത്തിൽ ലാസ്റ്റ് 10 വർഷത്തോളം അങ്ങ് കൽച്ചോണ്ടുള്ള ലാസ്റ്റത്തെ എലക്ഷനിൽ മുസ്ലിം വിരുദ്ധ ഇത്തുള്ള പോലത്തെ ചൊമ്മ ಹೇಳಿಕೆല്ലാം ಎಲೆಕ್ಷನ್ ರ್ಯಾಲಿಲೆല്ലാം കൊടുത്തു അങ്ങനെ ഇന്ത്യത്തെ ഡിവൈഡ് ആക്കുങ്കു കോശിഷാക്കിയെങ്കിലും ആ എലക്ഷനിൽ ആൽമാർ നല്ല പാട്ടൈത്തിക്കർ ഗവൺമെന്റ് കൊടുത്തിരെ ചൊಂತಲದ ನಂಗೆ ಕಂಡ್ರ ಆಯಂಗ್ಲ അങ്ങനത്തെ ഒരു പാട്ട കിട്ടിത്തും അതിൽ നിന്ന് പാട്ട പഠിക്കൊങ്കു തയ്യാറല്ല ചൊಂತಲ ರೂಪത്തിൽ ಐತಿಕ್ಕರು ഗവൺമെന്റും ಅಂಕ ಸಪೋರ್ಟ್ ആക്കിക്കൊണ്ടുള്ള പോലത്തെ സംഘപരിവാറും മുന്നിൽ പോയോണ്ടുള്ളത് മുസ്ലിംരങ്ങളെ എന്തൊരു വിഷയമുണ്ട അത് പറത്തുകിട്ടിട്ട് മുസ്ലിം സമുദായത്തെ ಯಾರ ಅರ್ಸಬಂಡ പോലെ ആക്കുവാട്ടിത്ത് ಅದು ಮುಖಾಂತರ ಬಾಕಿನ್ನೆ ಸಮುದಾಯತಂಗಲೆ ಅಂಗಲೆ ಮನಸ್ಸಿಗೆ ಚೊಮ್ಮೆ ತಪ್ಪೈತುಲ್ಲ ಕೊರಿಯ ಕಲ್ಪನೆ ಇಟ್ಟು ಕೊಡ್ತು ದೂಡ ಅಂಗಲೆ ಪೊಲಿಟಿಕ್ಸ್ ರೇ ಅಂಗಲೆ ರಾಜಕೀಯ ಅಧಿಕಾರತೆ ನೆಲನಿಪ್ಪಾಟ ಚೊಂತ ಇತ್ತಿಕ್ಕರು ಅಂಗ ಕೋಶ ಹಾಕೊಂಡುಳ್ಳಿ ಈ ಸಂದರ್ಭದಲ್ಲಿ ವಕ್ಫುರ ವಿಷಯത്തിൽ ಎಂದ್ರೆ ಇತ್ತಿಕ್ಕರು ಇಸ್ಲಾಂ ನಂಗೆ ಪಡಿಪಾಡ್ತಂಡೆ ഇസ്ലാമിൽ വഖഫ് ചൊന്നെങ്കിൽ എന്തിന് അതിരെ മഹത്വം എന്തിന് ചൊന്തുള്ളതും അതേപോലെ പുതിയ ഈ ഒരു അമെൻമെന്റ് അത് പാസ്സാക്കുന്നതിൽ കൊണ്ടുത്തു അങ്ങനത്തെ രീതിക്ക് ഉദ്ദേശിക്കര് ചൊന്തുള്ളത് ഇന്ത്യത്തെ സിറ്റിസൺ ഇത്തുള്ള ഞങ്ങളെല്ലാരും സ്പെഷ്യലി ഇത്ത് മനസ്സിലാക്കി തിക്കണു ചൊന്തുള്ളത് ഇത്തിക്കർ നോക്കൊരു വഖഫുക്ക് ചൊമ്മ ಇಂಪಾರ್ಟೆನ್ಸ್ ಐತಿಕ್ಕರು ಇಸ್ಲಾಂ ಕೊಡ್ತುತ್ತುಳ್ಳೆ ಚೊಂತಲದ ನಂಗೆ ಬಿಡಿಂಡು അതുകൊണ്ട് തൈത്തിക്കര് അതിരെ ಕಾನೂನು ಪರಮೈತ್ സംരക്ഷിക്കൊങ്കും എല്ലാ കാലത്തില് ಬೇರೆ ಬೇರೆ ರೂಪത്തെ ಪರಿಷ್ಕಾರ അത് കൊമ്മന്നതെല്ലാം നമുക്ക് കാണുക്കാവും ആയെങ്കില ഇപ്പ പുതിയതായിട്ട് പാർലമെന്റിൽ ഓതിയ പോലത്തെ അല്ലെങ്കിൽ കൊമ്മന്നെ പോലത്തെ ആ ഒരു ബില്ല് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ಹಿಡನ್ ಅಜೆಂಡಾ ಬೆಚ್ಚ ರೂಪದಲ್ಲೇ ഒരു ಬಿಲ್ ಐತಿಕ್ಕರು ಚೊಂತುള്ളത് ನಂಗೆ മനസ്സിലാക്കി ತಿಕ್ಕೊಂಡು നോക്കൊരു വഖഫ് ചൊന്നെങ്കിൽ ഇസ്ലാമിലു നമുക്ക് കാണാം ഒരു വ്യക്തി ಅವನು കിട്ടിയ പോലത്തെ എന്തിരെ സ്വത്തുണ്ട ಅವನಿಂದಾಕರ ಅವನಕದ್ರೆ ಲಾಭ കിട്ടും അതായത് ദുനിയാവിലല്ല ആഖിറത്തിൽ അവനക്ക് ലാഭ കിട്ടും അവനതിരെ സ്വതക്കാക്കറ ആക്ച്വലി അങ്ങനെ സ്വതക്കാക്കുമ്പോഴത്തേക്ക് എത്തിക്കറ് ഒരു വ്യക്തിക്ക് അവന്റെ സ്വത്തിന് യഥാർത്ഥത്തിലുള്ള ലാഭം അവന് കിട്ടേ അപ്പൊ ചൊമ്മ ലാൻഡുള്ള പോലത്തെ ഒരു വ്യക്തി ഏക്കർ കണക്കില് ഭൂമിയുള്ള പോലത്തെ ഒരു വ്യക്തി അവനും ആ ഭൂമിയിൽ ഒന്നും ആക്കാണ്ട് അതുകൊണ്ട് ഒരാൾക്കും ഉപകാരം കിട്ടാത്ത രൂപത്തിൽ ആ ഭൂമിയിൽ അതേപോലെ കാലി വെക്കുന്നത് ചൊന്തുള്ളത് അത് ഇസ്ലാമില് തപ്പയത്തുള്ളൊരു വിഷയത്തിക്ക് അങ്ങനെ ഭൂമി ഇങ്ങനെ എടുത്തിട്ട് ഒന്നും ആക്കാണ്ട് അതിലൊരു കൃഷി ആക്കില്ല അതുകൊണ്ട് ഒരു ഫായ്ദ ഇല്ല ഒന്നും ആക്കാണ്ട് അങ്ങനെ വെക്കുന്നത് അത് തപ്പു ചൊന്തല തീറ്റിക്കർ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടെ അതുകൊണ്ട് ഇസ്ലാം സ്പെഷ്യലി ഈ ഭൂമിയുടെ വിഷയത്തിൽ അതായത് ജാഗ്യപരമൈത്തുള്ള സ്വത്തുര വിഷയത്തിൽ ഈ ഭൂമിയെ ഉണ്ടാക്കി റബ്ബുക്ക് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതേപോലെ അതുകൊണ്ട് ബാക്കിനെങ്കും ഉപകാരം കിട്ടണു ചൊന്തുള്ള രൂപത്തിൽ അവനു സ്വതക്കാക്കറ അതായത് അവനങ്ങനെ സ്വതക്കാക്കുമ്പോഴത്തേക്കു അവന്റെ മൗത്തിൽ പിന്നം
ಅಯಲಕ್ಕೆ ಅದರ ಪ್ರತಿಫಲ ಗಿಟ್ಟನು ಚೊಂತುಲದ ಇಟ್ಟಿಕ್ರು ಅವನ ಆ ಸ್ವದಕತೆ ಉದ್ದೇಶ ಪದರಣಂಗ സ്വതക്കത്തുൻ ജാരിയത്തുള്ള സ്വതക്കാനങ്ങ ചൊഞ്ചൊല്ല അതായത് പിന്നെ അറബിക്കില് ഹദീത്തലെല്ലാം ആരൂപത്തെ പ്രയോഗ ഇത്തിക്കറ് ബന്നരെ ചൊന്തുള്ളത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാടി ഹദീത്തലെല്ലാം നമുക്ക് കാണാം. ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ ബിതലാത്ത്. ഒരു വ്യക്തി മരിച്ചാണ്ടായെങ്കിൽ അവന്റെ എല്ലാ അമലും അവിടെ സ്റ്റോപ്പ് ചെയ്തു പോകും. 3 അമൽ ಬಿಟ್ಟು ಚಂದ್ರ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ അവിടെ എന്നെ പോലത്തെ ഒന്നേ തിക്റ് സ്വദഖത്തുൻ ജാരിയ ചൊന്തുള്ളത് ജാരിയത്തുള്ള സ്വദക്ക അതായത് ജാരിയ ചൊന്നെങ്കിൽ ഒൽഗ്യോൺ ടിക്റ് ചൊന്തുള്ളത് ഈ തിക്റ് അതിനർത്ഥ അതായത് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ ഒരു വ്യക്തി ಅವನು സ്വദക്കാക്കുന്ന മുഖാന്തര ആ സ്വദക്കത്ത് കൊണ്ടുള്ള ബെനിഫിറ്റ് ಅವನಕ್ಕೂ മർച്ചൽ പിന്നം അത് നിലനിൽക്കുന്ന രൂപത്തിൽ ഇത്തിക്കറ് അത് ഇത്തിക്കറ് ಆ ರೂಪತೆ ಪ್ರಯೋಗ ಚೊಂದರೆ ಚೊಂತಲ್ಲದನ್ನು ಕಾಣೋಕಾವ್ರು ಪುನೊಕರು ಸಾಧಾರಣ ಇತ್ತುಲ್ಲ ಸದಕತಲ್ಲಿಂತ ವ್ಯತ್ಯಾಸ ಇತ್ತುಲ್ಲ ಸದಕ ಇತ್ತಿಕ್ಕರ ಸದಕ ಜಾರಿಯ ಚೊಂತಲ್ಲದು ಸಾಧಾರಣ ಇತ್ತುಲ್ಲ ಸದಕ ಚೊಂತಲ್ಲದು ಅದು ಒಂದೆಂಗಿಲ್ ತತ್ಕಾಲ ಇತ್ತುಲ್ಲ ಎಂದ್ರ ಒಟ್ಟದ ಅವಶ್ಯಕತೆ പൂർത്തിയാക്കുംക്കു ഉള്ള രൂപത്തിലങ്ങ സ്വതക്കാക്കറ. ഇപ്പൊ സപ്പോസ് ഒരാൾക്ക് തീരല്ല അഡ്മിറ്റ് ആയിര് ഹോസ്പിറ്റൽ ബില്ല് പേയ്മെന്റ് ആക്കുംക്കു കാസില്ല അപ്പൊ അങ്ങന്താക്കറ സ്വതക്ക കൊടുക്കറ അപ്പൊ അയാൾ ആ സന്ദർഭത്തുക്കുള്ള ആവശ്യം എന്താ ഒരു കംപ്ലീറ്റ് ആവും തീർ. അപ്പൊ അങ്ങനത്തതുക്കും ഇസ്ലാമിൽ ചൊമ്മ മഹത്തുണ്ട് ഇല്ലാണ്ടൊന്നുമല്ല. അയങ്ങള വഖഫൈത്ത് അതായത് ജാരിയത്തുള്ള രൂപത്തിൽ ഒരാൾ സ്വതക്കാക്കറാണ്ടായെങ്കിൽ അത് അവന്റെ ഉദ്ദേശം എന്താ വെച്ചെങ്കിൽ ആ ലാൻഡിൽ ഒന്നെങ്കിൽ ഒരു പള്ളി ബന്ത് ആ പള്ളി പിന്നെ കാലകാല നിലനിൽക്കണം അതായത് ഖിയാമത്ത് തോൽ നിലനിൽക്കണം അവിടുത്തോಲು ആ പള്ളിക്കരോടുത്തോಲು അതിന്റെ പ്രതിഫലം അവന് കിട്ടണം. അല്ലെങ്കിൽ ಬೇರೆಂದ್ರಾವಟ್ಟ ഒരു മദ്രസ ബർന്നു അല്ലെങ്കിൽ ಬೇರೆಂದ್ರಾವಟ್ಟ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബർന്നു അല്ലെങ്കിൽ ಬೇರೆ അങ്ങനെ ഉപകാര കിട്ടുന്ന പോലത്തെ എന്തിരാവട്ടെ ഒന്നെങ്കിൽ ഒരു എത്തീം കാണ ഈ രൂപത്തിൽ എന്തിരാവട്ടെ ഉണ്ടാക്കിത്ത് മറിച്ചൽ പിന്നം അയാൾക്ക് അതിരെ ഉപകാര കിട്ടണു ചൊಂತಲ ರೂಪത്തിൽ അതിങ്ങനെ ಕಂಟಿನ್ಯೂ ಆಯ್ತು ಇಕ್ಕೋನು ಚೊಂತಲ ರೂಪത്തിൽ ಅವನಿಂದಾಕರ ಅವನು ಅಲ್ಲಾಹು ಕೈತು സ്വതക്കാക്കറ പോലത്തെ ഒരു സ്വത്ത് കൈത്തിക്കറ് വഖഫ് ചൊന്തു ഇസ്ലാമിൽ ചൊല്ലി ചൊന്തലതിനങ്ങ മനസ്സിലാക്കണം. അതായത് ಸ್ವಂತ ತೀರ್ಮಾನ ಪ್ರಕಾರ ಅಲ್ಲಾಹುರೆ ಪಿರ್ಸ ಉದ್ದೇಶಿಸಿತು ಅವನು ಹಲಾಲೈತುಲ್ಲ ಮಾರ್ಗದಲ್ಲಿ ಸಂಪಾದನಾಕೆ ಅವನ್ಡೆ ಸ್ವಂತ സ്വത്തൈത്തിക്കണു അവന് വഖഫാക്കും കുല്ലി ചൊന്തുലതൈത്തിക്കർ ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ട്. ഒരാള് ഒരു സ്വത്ത് വഖഫാക്കിത്തുണ്ടായെങ്കിൽ അതിരെ ഹുക്കും ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ട്. ആ സ്വത്തിനെ പിന്നെ എന്താക്കോ തീരാ അതിരെ പിന്നെ ബിക്കൊങ്കില്ല. അതേപോലെ അതിരെ പിന്നെ ആർക്കാവട്ട് ഗിഫ്റ്റ് കൊടുക്കൊങ്കില്ല. അതേപോലെ അതിരെ ആ വ്യക്തി ഗിഫ്റ്റ് ആക്കിയ പോലെ വഖഫാക്കിയ പോലത്തെ വ്യക്തി മറിച്ചെങ്കിൽ അവന്റെ പിന്നെ ബണ്ട പോലത്തെ അവന്റെ സന്താനം അതായത് അവന്റെ വാരിസുമാർ ആറുള്ളാറ് അങ്ക് അതിരെ കൊടുക്കൊങ്കില്ല ചൊന്തുലതൈറ്റിക്കർ ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ട്. ആ സ്വത്ത് കൊണ്ടുത്തു ബെനെങ്കിൽ എന്താക്ക പാവത്തങ്ക് അത് കൊണ്ടുത്തു എന്തിരാവട്ട് കൊടുക്കുക. അതായത് ആ ലാൻഡിൽ എന്തിരാവട്ട് കൃഷി അവരുണ്ടായെങ്കിൽ ആ കൃഷി പാവത്തങ്ക് കൊടുക്കാം, മിസ്കീന്മാർക്ക് കൊടുക്കാം, അള്ളാഹുരെ മാർഗത്തിൽ അതിരെ യൂസ് ആക്കാം, തെരുളു കഷ്ടപ്പെട്ട ആൾമാർക്ക് ഈ രൂപത്തിൽ എന്തൊരു ഉപകാരമുണ്ട് ആ ഉപകാരമുള്ള വിഷയത്തിക്കെല്ലാം എന്താക്ക അതിരെ യൂസ് ആക്കുക. അതായത് പെർമനന്റ് ആയിട്ട് അതിരെ ബിക്കൊങ്ക അല്ലെങ്കിൽ അതിരെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കൊങ്ക അതിരെ ഒർത്തക്ക് വാരിസ് ചെയ്ത് കൊടുക്കൊങ്ക ഇല്ല ചൊന്തുലതൈറ്റിക്കർ ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തുണ്ട്. അതായത് അതിരെ ഓണർ മനുഷ്യന്മാർക്ക് പോണ്ടി ഓണർഷിപ്പ് ചൊന്തുള്ളത് മനുഷ്യന്മാർക്ക് പിന്നെ പോണ്ടില്ല. അത് അള്ളാഹു കൈത്തിക്കർ ചൊന്തുലതൈറ്റിക്കർ അതായത് അള്ളാഹു കൈ തവണെന്താക്കിറ വഖഫാക്കിറ ചൊന്തുലതൈറ്റിക്കർ. അപ്പൊ അതിരെ നോക്കറ പോലത്തെ ആൾമാർ അത് വൈಯಕ್ತಿകത്തുള്ള വ്യക്തിമാരായെങ്കിലും അല്ലെങ്കിൽ അതിരെ കമ്മിറ്റിമാരായെങ്കിലും അല്ലെങ്കിൽ അത് കൈത്ത് ഉണ്ടാക്കപ്പെട്ട പോലത്തെ ಬೇರೆಂದ್ರಾವಟ್ಟು ബോർഡായെങ്കിലും അങ്ങെന്താക്കണു അങ്ങ് അതിരെ കറക്റ്റ് ആയിട്ട് അതേപോലെ നോക്കിത്ത് പരിപാലന ആക്കിത്ത് ആ വിഷയത്തിൽ ചൊമ്മ ജാഗ്രത കാട്ടണു ചൊന്തുലതൈറ്റിക്കർ ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ട്. ആക്ച്വലി വഖഫ് ചൊന്നെ ആ അറബിക് വേർഡ് മീനിങ് അതിരെ മീനിങ് സ്റ്റോപ്പ് ആക്കರೆ ചൊന്തുലതൈറ്റിക്കർ. അതായത് അതിരർത്ഥ ദുനിയാവുരെ ಬೇರೆಂದ್ರಾವಟ್ಟು ಕ್ರಯ ವಿಕ್ರಯತ್ಕ ಆ സ്വത്ത് യൂസ് ആക്കാണ്ട് അവിടെ ദുനിയാവുരെ അവന്റെ എന്തിരെ ദുനിയവിയത്തുള്ള ലാഭുണ്ട അതിൽ അവನು സ്റ്റോപ്പ് ആക്കിത്ത് ಅವನು ಅಲ್ಲಾಹುರ ಮಾರ್ಗത്തിൽ സമർപ്പണാക്കുന്നതൈറ്റിക്കർ വഖഫ് ചൊന്തുലതൈറ്റിക്കർ നമുക്ക് മനസ്സിലാക്കും കാവരെ നോക്കൂ. അതിന്റെ വിഷയത്തിൽ സ്പഷ്ടയിട്ട് നമുക്ക് കാണാം. വഖഫ് കൊടുക്കുന്ന ആൾമാർക്ക് വാക്കിഫ് ചൊന്തൈറ്റിക്കർ അറബിക്കിൽ ചൊല്ലു.
നോക്കൊരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില് ഹൈബർ യുദ്ധത്തിൽ പിന്നെ ഹൈബറിന്റെ ചുമ ലാൻഡ് മുസ്ലിം രംഗ് കിട്ടിയത്. ആ ലാൻഡ് കിട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വഹാബിമാർക്ക് നടുവിൽ ഡിസ്ട്രിബ്യൂഷൻ ആക്കിತ್ತು. ഡിസ്ട്രിബ്ಯೂಷನ್ ಹಾಕುമ്പോൾ നല്ല ಲ್ಯಾಂಡ್ ಐತಿತ್ತು, നല്ല പിന്നെ ഫലവത്തೈത്തുല്ലെ ഈത്തബല ബാക്കിന്ന കൃഷിയെല്ലാം അവരെ പോലത്തെ ಲ್ಯಾಂಡ್ ಐತಿಕ್ಕರು ഹൈബർ ಲ್ಯಾಂಡ್. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുക്കും അതിരെ ഒരു ಓದಿ കിട്ടിತ್ತು. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുಟ್ಟ ಬಂತು, ಆ ವಿಷಯದಲ್ಲಿ ಡಿಸ್ಕಷನ್ ಆಗಿದೆ. ನಬಿಯ ನಕ್ಕಿದ ಆ ಭೂಮಿ ಕಿಟ್ಟಿತ್ತು, ನಂಡೆ ಸೊತ್ತುಲು ಬೆಚ್ಚಿತ್ತು, ಎಲ್ಲ ತಾಂಟಿ ಇಷ್ಟುಲ್ಲೆ ಸೊತ್ತೈತಿಕ್ಕಿರದು ನಕ್ಕು ಆಯಂಗ್ಲ ಆದರೆ ನಕ್ಕು ಉಪಕಾರ ಉಳ್ಳ ರೂಪದಲ್ಲಿ ನಾನದ್ರೆ ಸ್ಪೆಂಡ್ ಹಾಕೊಂಕು, ನಾನಿಂಗಳೊಟ್ಟಿಗೆ ಡಿಸ್ಕಷನ್ ಹಾಕೊಂಕು ಬನ್ನಿ ಚೊಂತುಲದ ಐತಿಕ್ಕರು. ಅಪ್ಪ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಉಮರ್ ಇಬ್ನು ಖತ್ತಾಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಲ್ಲು, ಇನ್ ಶಿಅತ ಹಬ್ಬಸ್ತ അസ്ലഹ വതസദ്ദഖ്ത ബിഹ, നിക്കെന്താക്കാ നിക്ക് പിന്നെ നീ ഉദ്ദേശിക്കറാണ്ടായെങ്കിൽ, അതായത് നീനതിരെ സ്വതക്കാക്കൊങ്ക് ഉദ്ദേശിക്കറാണ്ടായെങ്കിൽ ಅದರ മൂല്യത്തെ പിടിച്ചു വെച്ചിട്ട് നിക്കെന്താക്ക അതിൽ നിന്ന് ലാഭ കിട്ടുന്ന രൂപത്തിൽ നിക്ക് സ്വതക്കാക്ക ചൊന്തുലതൈറ്റിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി. അതായത് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂസ് ആക്കിയ പോലത്തെ വേർഡ് ഹബ്സ് ചൊന്തുല വേർഡ് ಐತಿಕ್ಕರು, ആ വേർഡ്ക്ക് ബദലೈತಿಕ್ಕರು പിന്നെ വഖഫ് ചൊന്തുല്ലെ പ്രയോഗ ಬಂದರೆ ചൊന്തുലത് നമുക്ക് ചരിത്രത്തിൽ കാണുക്കാവും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ കാലഘട്ടത്തിൽ അങ്ങനെ വഖഫാക്കിയ പോലത്തെ ചൊമ്മ വിഷയ നമുക്ക് ചരിത്രത്തിൽ കാണുക്കാവും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയിട്ട് അതിൽ പിന്നെ അവിടെ മസ്ജിദ് നബവി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആ മസ്ജിദ് നബവി ഉള്ള പോലത്തെ ആ ലാൻഡ് അത് ബനു നജ്ജാർ ചുന്തുള്ള ഗോത്രത്തെ ആൽമാർക്കുന്ന പോലത്തെ ലാൻഡ് ಐತಿಂತ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ലാൻഡ് അതിൽ എന്തൊരു എമൗണ്ട് ഉണ്ട് അത് കൊടുത്തു പർച്ചേസ് ആക്കുമ്പോൾ ഉദ്ദേശിച്ചെങ്കിലും അങ്ങനെന്താക്കിയാർ അതിരെ ഫ്രീ ആയിട്ട് അള്ളാഹുര മാർഗത്തിൽ അങ്ങനെന്താക്കിയാർ വഖഫാക്കിയത് നമുക്ക് കാണാം. അതായത് അതിൽ ഒരു ബല പോലും അങ്ങനെന്താക്കിത്തില്ല, എടുത്തിട്ടില്ല ചൊന്തുലതൈറ്റിക്കർ അള്ളാഹുര മാർഗത്തിൽ അങ്ങനെന്താക്കിയാറ് അതിരെ വഖഫാക്കിയാർ. അതേപോലെ നമുക്ക് കാണാം പിന്നെ ചരിത്രത്തിൽ മുസ്ലിം നമുക്ക് പിന്നെ തന്നിക്ക് ചൊമ്മ കഷ്ട വന്നപ്പ തന്നി കുടിക്കൊങ്കു അങ്ങനെ പിന്നെ തന്നി വേന്മായത്ര ഇല്ലാത്ത സന്ദർഭത്തിൽ അണ്ട് യഹൂദിമാരെ കയ്യിൽ നിന്ന് പോലത്തെ ഒരു കെന, ഒരു റൂമ ചൊന്തുള്ള കെന, ആ കെന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് പർച്ചേസ് ആക്കിയിട്ട് ആ കിണത്തെ കംപ്ലീറ്റ് മുസ്ലിം രംഗ് ഉപകാരമുള്ള രൂപത്തിൽ എല്ലാവർക്കും എടുക്ക അതിനെ തന്നി ചൊന്തുള്ളത് മദീനത്തെ എല്ലാ മുസ്ലിം രംഗും വിട്ടുകൊടുത്തതെല്ലാം ചരിത്രത്തിലെല്ലാം കാണാം. അതേപോലെ ഈ തിക്കറ് പിന്നെ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രസിദ്ധ അൻസാരി സ്വഹാബി തിന്ത് നല്ല സ്വത്തെല്ലാം ഇന്ന പോലത്തെ സ്വഹാബി തിന്ത് അയാൾക്ക് ചൊമ്മ ഇഷ്ടപ്പെട്ട ഒരു തോട്ട മദീനത്തിലുണ്ട്, ബൈറുഹ ചൊന്തൈത്തിക്കർ ആ തോട്ടത്തെ പേര്. ആ തോട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് അവിടെ റെസ്റ്റ് എടുത്ത ഇന്ത് ദിച്ച ഇന്ത് അവിടുത്തെ തന്നി കുടിച്ച ഇന്ത് അവിടുത്തെ ഈത്തബലെല്ലാം തിണ്ട ഇന്ത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാൻ അതിലെ 92ാമത്തെ ആയത്ത് അള്ളാഹു റിവീലാക്കറ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അള്ളാഹുര മാർഗത്തിൽ ಖರ್ಚಾക്കറെടുത്തോളൂ, നിങ്ങൾ അതിരെ സ്പെൻഡ് ആക്കറെടുത്തോളൂ, നിങ്ങൾക്ക് പുണ്യ കിട്ടില്ല, പ്രതിഫല നിങ്ങൾക്ക് നേടിയെടുക്കും കാവില്ല ചൊന്തുലതൈറ്റിക്കർ ആയത്തിര അർത്ഥ. ആ ആയത്ത് റിവീലാകുമ്പോഴത്തേക്കും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട്ട ಬಂದು ചൊല്ലു, നബിയേ നക്ക് നന്റെ സ്വത്തുಲು എല്ലാ താണ്ടി ഇഷ്ടമുള്ള സ്വത്ത്, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അള്ളാഹുര മാർഗത്തിൽ ಖರ್ಚಾക്കറെടുത്തോളൂ, നിങ്ങൾക്ക് പ്രതിഫല കിട്ടില്ല ചൊല്ലുമ്പോഴത്തേക്കും അയാൾ ಬಂದು ചൊല്ലു, നബിയേ നക്ക് നന്റെ സ്വത്തുಲು എല്ലാ താണ്ടി ഇഷ്ടപ്പെട്ട സ്വത്തೈತಿಕ್ಕರಿದ ಬೈರುಹಾ ಚೊಂತುಲ್ಲ ಈ ತೋಟ, ಅದರಿದ ನಾನು ಅಲ್ಲಾಹರ ಮಾರ್ಗದಲ್ಲಿ ನಾನು സ്വതക്കാക്കും ನಾನು ತೀರ್ಮಾನ ಆಕೆ ಚೊಂತುಲದೈತಿಕ್ಕೆ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിത്ത് അവിടെ അതിരെ പിന്നെ അങ്ങനെ ഫുള്ളൈറ്റ് എടുക്കാണ്ട് അയാളെ കുടുംബത്തങ്കെല്ലാം പിന്നെ അയാളെ ആ തോട്ടത്തെ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ആക്കിയത് സ്വതക്കൈത്ത് കൊടുത്തതെല്ലാം നമുക്ക് കാണാം. ഒരു വഖഫ് ചൊല്ലുമ്പോഴത്തേക്കു അതിരെ പെരോടി എന്തിനു വെച്ചെങ്കിൽ അതുകൊണ്ടു അവനുക്കു പരലോകത്തിലെ ലാഭം കിട്ടണം, അതായത് അള്ളാഹുര മുട്ടനാൽ അവനക്ക് അതിരെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കണം, അവനുക്കു പരലോകത്തിൽ അതുകൊണ്ടു ബെനിഫിറ്റ് കിട്ടണം. അതിരൊಟ್ಟಿಗೆ ദുനിയാവിലു ബാക്കിന്ന പാവത്തങ്ങ മിസ്കീന്മാർ അല്ലെങ്കിൽ ബാക്കിന്ന ആൾമാർക്ക് അങ്ങ് ദുനിയാവിലു അതുകൊണ്ട് ഉപകാരം കിട്ടണു ചൊന്തുള്ള രൂപത്തിൽ ഇത്തിക്കര് വഖഫിരെ പ്രോപ്പർട്ടിരെ പിന്നെ യൂസ് ആക്കും ഇസ്ലാം നമുക്ക് പടിപാട്ടരെ ചൊന്തുള്ളത് ഇത്തിക്കര് നമുക്ക് മനസ്സിലാക്കും കാവരെ. അതായത് അതിൽ എന്താവട്ടെ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടായെങ്കിൽ അതിനെ നമുക്ക് എന്താക്ക ഫക്കീർമാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആരത് ഇത്തിക്കര് അവന്റെ കുടുംബത്തിൽ ആറാവട്ട് പാവത്തങ്ങുള്ളാറുണ്ടായെങ്കിൽ അങ്കതിരെ പിന്നെ ഇൻകം എന്താവട്ടെ ഒന്ന് കൊടുക്കാം. അതേപോലെ ഗുലാമമാരെ വിമോചനാക്കു അതിരെ പ്രോപ്പർട്ടി കൊടുക്കാ ചൊന്തുള്ളത് ഇത്തിക്കര്. അതേപോലെ അള്ളാഹുര മാർഗത്തിലുള്ള ജിഹാദക്ക് ആ പ്രോപ്പർട്ടി യൂസ് ആക്കാ ചൊന്തുള്ളത് ഇത്തിക്കര്. അതേപോലെ ഇബ്നു സബീൽ തെരുളു കുടുങ്ങിയ പോലത്തെ ആൾമാർ അങ്ക് അതിൽ നിന്ന് കൊടുക്കാ ചൊന്തുള്ളത് ഇത്തിക്കര്. ഗസ്റ്റുമാർക്ക് അങ്ക് കൊടുക്കാ ചൊന്തുള്ളത് ഇത്തിക്കര്. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഹൈബർ തോട്ട അത് അള്ളാഹുര മാർഗത്തിൽ വഖഫാക്കുമ്പോൾ അവിടെ ചെന്ന പോലത്തെ ചൊമ്മ ബിഷി അതിൽ നോക്കറ ആൾമാർ
ಅಂಕೆಂದ್ರಾವಟ್ಟು ಅಗತ್ಯುಂಡುಂಟಾയെങ്കിൽ ಆ ಅಗತ್ಯತೆ ಅದರ ಸೊತ್ತುಲ್ಲಿಂತ ಅಂಕೆಂದಾಕ പൂർത്തിയാക്കാ ചൊന്തലതീറ്റിക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ടേ. അങ്ങനെ ചൊമ്മ വിഷയം അതുണ്ട്. അതായത് അതുകൊണ്ടു ആൾമാർക്ക് എന്തൊരു കിട്ടണു, ബെനിഫിറ്റ് കിട്ടണു. ആ ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിൽ എത്തിക്കണു. ആ വഖഫിന്റെ പ്രോപ്പർട്ടിയെ പിന്നെ ഡീലാക്കും കൊല്ല് ചൊന്തലതീറ്റിക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാടുത്തണ്ടേ. അതുകൊണ്ട് തൈറ്റിക്ക് ദുനിയാവിലെ എല്ലാ രായത്തും എല്ലാ കൺട്രിയിലും ആൾമാർ സ്പെഷ്യലി മുസ്ലിം അങ്ങ് എന്താക്കാറ് അങ്ങനെ അങ്കിട്ടിയ പോലത്തെ ലാൻഡ് അല്ലെങ്കിൽ അങ്ങനെ പ്രോപ്പർട്ടി അങ്ങ് എന്താക്കാറ് അള്ളാഹുര മാർഗത്തിൽ അങ്ങ് വഖഫാക്കാറ്. അങ്ങനെ യോടം വഖഫാക്കുന്നത് വിരോധാക്കിത്തുള്ള പോലത്തെ ഒരു നിയമം ദുനിയാവിലോടും ഇല്ല ചൊന്തലതീറ്റിക്ക് നമുക്ക് കാണാം. എന്താ വെച്ചെങ്കിൽ ആ വഖഫാക്കുന്നത് മുഖാന്തര പിന്നെ മനുഷ്യന്മാർക്ക് ചൊമ്മ ലാഭ ഇത്തിക്ക് കിട്ട് ചൊന്തലതീറ്റിക്ക് പിന്നെ വഖഫിൽ നിന്ന് വഖഫിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അവരെ പോലത്തെ ഒരു യാഥാർത്ഥ്യം. ഇതിനൊക്കൊരു മാത്രമല്ല വഖഫ് ചൊന്തുള്ളത് അത് ഒരു കൺട്രിയുടെ ഒരു സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യലി തുല്യ ഡെവലപ്മെന്റും ചൊമ്മ യൂസ് ആവു ചൊന്തലതീറ്റിക്ക് ഓരോ കൺട്രീസിലെ സ്റ്റഡീസ് ആക്കിയ പോലത്തെ പിന്നെ റിസർച്ചേഴ്സ് രംഗ മുന്നൽബെക്കറെ പോലത്തെ റിപ്പോർട്ട് ചെയ്തിട്ട് കാണും. അതുകൊണ്ട് തീറ്റിക്ക് ഗൾഫിലെല്ലാം സ്പെഷ്യലി അറബ് കൺട്രീസിലെല്ലാം ഇപ്പല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ വഖഫാക്കിയ പോലത്തെ പ്രോപ്പർട്ടി ഇപ്പം അത് കൊണ്ടു എത്രമാ പള്ളി നടന്നുകൊണ്ടുള്ളതും എത്രമാ പാവത്തെ ആൾമാർക്ക് അതുകൊണ്ട് ഉപയോഗ കിട്ടിക്കൊണ്ടുള്ളതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള 1400 വർഷം മുട്ടയിത്ത് വഖഫാക്കിയത് ഇപ്പം ആ പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ എന്തൊരു ബിൽഡിംഗ് ആക്കിറാറാ അല്ലെങ്കിൽ വേറെ എന്തൊരാവട്ടൊന്നും ആക്കിറാറാ അതിര ഇൻകം അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന പോലത്തെ എന്തിനുണ്ടു ബെനിഫിറ്റ് അതെല്ലാം ഒന്നെങ്കിൽ ആ രൂപത്തിൽ യൂസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണും. കവർ ഇപ്പൊ നോക്കൊരു വഖഫ് ചൊന്തുള്ളതും അതേപോലെ സക്കാത്ത് ചൊന്തുള്ളതും അതിരെ കറക്റ്റ് ആയിട്ട് മുസ്ലിം രംഗ ഡീലാക്കാറുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം കൺട്രിയിൽ അതിന്റെ വിഷയത്തിൽ കറക്റ്റ് ആയിട്ട് ജാഗ്രത ആക്കാറുണ്ടായെങ്കിൽ ആ കൺട്രിക്ക് അതിന്റെ ഡെവലപ്മെന്റ് അതേ മിയാ ചൊന്തുള്ളതീറ്റിക്ക് പിന്നെ റിസർച്ച് എല്ലാം ഞങ്ങൾക്ക് അതായത് അതിലെ റിപ്പോർട്ട് സ്റ്റഡീസ് എല്ലാം ഞങ്ങൾക്ക് കാട്ടിതന്റെ പോലത്തെ യാഥാർത്ഥ്യത്തെ ഞങ്ങൾക്ക് നോക്കും കാവറെ. അപ്പൊ ആ ഒരു വിഷയം ഞങ്ങൾ എന്താക്കണം ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കി തിക്കണു. ഇനി ഇന്ത്യത്തില് വഖഫ് ചൊന്തുള്ളത് എന്തിനെ ചൊന്തുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി തിക്കണം. നോക്കൊരു ഇന്ത്യത്തില് എപ്പോ മുസ്ലിം രംഗ അങ്ങ ചെയ്ക്കൊങ്ക സ്റ്റാർട്ട് ആക്കിറാറാം അപ്പോൾ പിന്നെ വഖഫിന്റെ ചരിത്രം ഞങ്ങൾക്ക് ഇന്ത്യത്തിൽ കാണും കാവറും. സ്പെഷ്യലി മുസ്ലിം രംഗ റൂലർമാരയത്ത് ഇന്ത്യത്തിൽ ചൊമ്മ കാലഘട്ടങ്ങൾ റൂലാക്കിയാർ. ഡൽഹിയില് സുൽത്താൻമാരയത്ത് അതിൽ പിന്നെ മുഗൾ രാജാക്കന്മാരയത്ത് മുസ്ലിം രംഗ പിന്നെ 700-800 ഇയേഴ്സ് 800 വർഷം മുട്ട മുസ്ലിം രംഗ ഇന്ത്യത്തെ റൂലാക്കിയത് ചരിത്രത്തിലെല്ലാം കാണക്കാവർ. ആ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിലെല്ലാം ചൊമ്മ ആൾമാർ അങ്ങ് വഖഫാക്കിയ പോലത്തെ ചൊമ്മ പ്രോപ്പർട്ടി അതത് കാലത്തിൽ ഓരോ ഹുക്കൂമത്തും അങ്ങ് അതിരെ ഡീലാക്കിയതെല്ലാം ഞങ്ങൾക്ക് കാണുക്കാവർ. സ്പെഷ്യലി ഇത് ഡൽഹിയിലെല്ലാം അങ്ങനത്തെ ചൊമ്മ പ്രോപ്പർട്ടി ഉള്ളത് ഞങ്ങൾക്ക് കാണുക്കാവർ. ഇനി ബ്രിട്ടീഷ് രംഗ ഇന്ത്യത്തില് ബണ്ടെടുത്തോളൂ വഖഫിന്റെ വിഷയത്തിൽ അങ്ങനത്തെ പ്രോബ്ലം എന്തും ഇല്ലാത്ത ചൊന്തുള്ളത് ചരിത്രത്തിലും കാണുക്കാവർ. ബ്രിട്ടീഷ് രംഗ എപ്പ ഇന്ത്യത്തെ ആ ഒരു റൂലിംഗ് പിന്നെ റൂലാക്കറ പോലത്തെ അധികാര അങ്ങെപ്പ പിടിച്ചെടുത്താറ അപ്പ അങ്ങെന്താക്കിയാറ് വഖഫിന്റെ ആസ്തി സ്വന്താക്കണു ചൊന്തുള്ള രൂപത്തിൽ അങ്ങ ട്രൈ ആക്കിയതെല്ലാം ഞങ്ങൾക്ക് കാണുക്കാവർ. അങ്ങനെ ചരിത്രത്തില് ചൊമ്മ ആക്ട് അല്ലെങ്കിൽ ചൊമ്മ അങ്ങനത്തെ ബില്ലെല്ലാം അങ്ങ് പാസ്സാക്കിയത് ഞങ്ങൾക്ക് കാണാം. 1810 ബംഗാൾ കോഡ് റെഗുലേഷൻ ചൊന്തുള്ള ഒരു ബില്ല് അങ്ങെന്താക്കിയാർ അങ്ങ് കൊമ്മന്നാർ. അങ്ങനെ കൊമ്മത്ത് അതിന് അണ്ടറിൽ പള്ളി അതേപോലെ ദേവസ്ഥാനം അതേപോലെ പബ്ലിക് ആയിട്ടുള്ള എന്തിനുള്ള ബിൽഡിംഗ് ഉണ്ടാ അതിലെല്ലാം പിന്നെ അതിലെന്തിനുള്ള ഇൻകം കിട്ട അതെല്ലാം എടുക്കും കൈത്തിക്കറ് അങ്ങനെ ഉദ്ദേശ ചൊന്തുള്ളത് കാണുക്കവരെ. ബംഗാളിൽ അങ്ങ് ഇംപ്ലിമെന്റ് ആക്കിയാൽ പിന്നെ മെഡ്രാസ് പ്രസിഡൻസിലും അങ്ങ് ആ രൂപത്തെ ഒരു ബില്ല് കൊമ്മന്നത് ഞങ്ങൾക്ക് കാണാം. അതായത് പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിക്ക് ഈ ദീനിയായിട്ടുള്ള എന്തിരെ ട്രസ്റ്റ് ഉണ്ടാ അതിരെ നോക്കുറ പോലത്തെ ആൾമാർ അല്ലെങ്കിൽ അങ്ങനെ നിയന്ത്രണത്തിലുള്ള പോലത്തെ ആൾമാർ അങ്ങനെ മേലെല്ലാം സ്പെഷ്യലി ആയിട്ടുള്ള നിയമത്തെ കൊമന്ത് റൂളിന്റെ കാനൂണിന്റെ കൊമന്ത് അതെല്ലാം പിന്നെ ഗവൺമെന്റ് അതായത് ബ്രിട്ടീഷ് അങ്ങനെ അണ്ടറിൽ കൊമറംകൊല്ല പോലത്തെ ഒരു പ്രയത്നം ഇത്തിക്ക് അങ്ങ് ആക്കി ചൊന്തുള്ളത് കാണുക്കാവරු. അതില് പിന്നെ ലാസ്റ്റിക്ക് അങ്ങ് ആ ഒരു പിന്നെ കൊമന്നതിരെ പെറു വലിക്കൊല്ല കാരണം എന്തിനാ വെച്ചെങ്കിൽ 1839 ക്രിസ്ത്യൻ പിന്നെ മിഷനറിമാർ അങ്ങ എതിർ ಬಂತ അങ്ങനത്തെ ചൊമ്മ ബില്ലരെ അങ്ങെന്താക്കിയാർ അങ്ങ് എതിർത്താർ ಅಂಕುಂ അതുകൊണ്ട് ചൊമ്മ നഷ്ട ആവേശബല ഇത്തിക്കർ അങ്ങ് അതിരെല്ലാം എതിർക്കും കൊല്ല കാരണ ചൊന്തുള്ളത് ഇത്തിക്കർ. അങ്ങനെ ഞങ്ങൾ ചരിത്രത്തിൽ അങ്ങ് നോക്കുപോയെങ്കിൽ പിന്നെ ചൊമ്മ അങ്ങനത്തെ ആക്ടെല്ലാം ಬಂದದ ನಂಗೆ കാണാം. 1863 റിലീജിയസ് എൻഡോമെന്റ് ആക്ട് ചൊന്തുള്ള രൂപത്തിലുള്ള ആക്ടും അതേപോലെ അതിൽ പിന്നെ അങ്ങ് ಬೇರೆ ಬೇರೆ ರೂಪത്തെ ആക്ടെല്ലാം കൊമന്നത് നമുക്ക് കാണാം. ടോട്ടലി ഇത് ഞങ്ങൾ നോക്കു പോകുമ്പോഴത്തേക്കു ബ്രിട്ടീഷ് അങ്ങനെ ഗൂഢ ലക്ഷ്യം തിരച്ചുനെങ്കിൽ അങ്ങനെ ഗൂഢ ഉദ്ദേശം തിരച്ചുനെങ്കിൽ വഖഫ് ഇൻക്ലൂഡ് ആയിട്ടുള്ള എന്തെല്ലാം ചാരിറ്റബിൾ പ്രോപ്പർട്ടി ഉണ്ടാ അതിരെ സ്പെഷ്യലി സ്വത്തുരെല്ലാം
അങ്ങ ഉൾക്കിടൊങ്കു അല്ലെങ്കിൽ അതിരെ ലാഭ എടുക്കൊങ്ക് ಐತಿಕ್ರು ಆ ರೂಪത്തെ ಆಕ್ಟ್ ಎಲ್ಲಂ ಅಂಗ ಕೊಮ್ಮನರೆ ಚೊಂತಲದ ಐತಿಕ್ರು ചരിത്രത്തിൽ നമുക്ക് കാണാൻ 1890 പിന്നെ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്ട് ചൊന്തലത് അങ്ങ് ഇംപ്ലിമെന്റ് ആക്കിയാറ്. അതിൽ പിന്നെ വഖഫായിട്ട് ബന്ധപ്പെട്ടിട്ട് 1894 പ്രധാനപ്പെട്ടതുള്ളേ പിന്നെ കൊറിയ പിന്നെ നിയമമെല്ലാം അങ്ങ് കൊമന്നാർ. അത് കൊമറുങ്കുള്ള കാരണം ആ കാലഘട്ടത്തിൽ നടന്ന പോലത്തെ ഒരു കേസ് ಐತಿಂತ ചൊന്തലതെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാൻ. ഇങ്ങനെ ബ്രിട്ടീഷ് അങ്ങനെ കാലത്തില് ಬೇರೆ ಬೇರೆ ರೂಪത്തിൽ ഇങ്ങനെ ആക്ട് കൊമന്ത് ലാസ്റ്റിക്ക് 1913 പിന്നെ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് ചൊന്തല ರೂಪത്തിൽ ഒരു ആക്ട് എന്താക്കിയാറ് അങ്ങ കൊമന്നാർ. അതായത് മുസൽമാൻ വഖഫ് ആക്ട് ചൊന്തല ರೂಪത്തിൽ ಐತಿಕ್ರು അത് പിന്നെ കൊമന്നരെ. അപ്പൊ ആ ആക്ടറെ പ്രകാരം അങ്ങെന്താക്കിയാറ് വഖഫ് സ്വത്ത് എന്തിരെ ചൊന്തലത് അതിരെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് മാത്രല്ല അതിരെ പരിപാലന ആക്കರೆ ആറ് അതിരെ പിന്നെ അതോറിറ്റി ആരെ കയ്യിൽ കൊടുക്കണു ചൊന്തല ರೂಪത്തിലെല്ലാം ചൊമ്മെ എന്താക്കിയാറ് ചൊമ്മെ അതില് പിന്നെ ചേഞ്ചസ് എല്ലാം ആ ഒരു ആക്ടിൽ അങ്ങ് കൊമന്നത് ಐತಿಕ್ರು നമുക്ക് കാണാൻ. അതിൽ പിന്നെ ബ്രിട്ടീഷ് എന്താക്കിയാറ് ലാസ്റ്റിക്ക് ഇന്ത്യ വിട്ടിട്ട് പോയാറ്. ഇന്ത്യ ചൊന്തല